ഇന്നത്തെ വ്ളോഗ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലോപ്പ് വ്ളോഗാണ്. സംഭവം പറഞ്ഞു വരുമ്പോൾ ഫ്ലോപ്പാണെങ്കിലും ഈ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ കുറച്ചായിട്ട് ആഗ്രഹിച്ചതാണ്. ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസസിലേക്കാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലം. ഇന്ന് ഉച്ചയ്ക്ക് ചോറെല്ലാം വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് മനസ്സിൽ തോന്നി ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ. അങ്ങനെ ഞാൻ ഇറങ്ങിയതാണ്. എൻ്റെ പേര് ആരുമില്ല, ഞാൻ ഒറ്റക്കാണ്. ഞാൻ എവിടെയാണ് പോകുന്നത്, ഇത് ഏതാ ഈ സ്ഥലം എല്ലാം നിങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിലാവും. കൂടാണ്ട് ഈ വ്ളോഗ് എങ്ങനെ ഫ്ലോപ്പായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇത് കാഞ്ഞങ്ങാട് കുറച്ച് ഉള്ളിലേക്കാണ്. ഈ സ്ഥലത്തിന് പറയൽ ഗുരുവനം എന്നാണ്. ഞാൻ നിങ്ങളോട് പറട്ടെ, ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ്. അതിന് പ്രധാന കാരണം ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ്. ഞാനിവിടെ വരുമ്പോഴെല്ലാം ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ആരെയും ഇവിടെ എനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് കുറേ മനസ്സമാധാനം എനിക്ക് ഇവിടെ വന്നാൽ കിട്ടലുണ്ട്. കൂടാണ്ട് ഈ ഹരിതാപിയും പച്ചപ്പ് എനിക്ക് വീക്ക്നെസ് ആയതുകൊണ്ട് ഇവിടെ അത് കുറേ ഉണ്ട്. എന്തായാലും ഇതെല്ലാമായിരിക്കും എനിക്ക് ഈ സ്ഥലം ഫേവറേറ്റ് ആയത്. ഈ സ്ഥലത്തിൻ്റെ ഐതിഹ്യത്തിനെ പറ്റിയിട്ടൊന്നും എനിക്ക് കൃത്യമായിട്ട് പറയാനറിയില്ല. പക്ഷേ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും മേലെ കയറിയ ഒരമ്പലവും ഒരു ഗുഹയും ഒരു ജലധാരയും കാണാം. ഞാൻ ഈ സ്റ്റെപ്പ് ചെയ്യുന്ന വീഡിയോ കാണുമ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇവൻ എന്ത് പണിയായി ഒപ്പിച്ച്. സത്യത്തിൽ ഞാൻ മേലെയെല്ലാം പോയി വീഡിയോ എടുക്കണം വിചാരിച്ചിട്ടാണ് പോയത്. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നത് ആ അമ്പലത്തിലുള്ള ആൾ മേലെന്ന് കണ്ടു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കുന്നെങ്കിൽ താഴെ മാത്രമേ എടുക്കാൻ പറ്റുന്നു. അങ്ങനെ ഞാൻ വീഡിയോ ഓഫാക്കിയിട്ട് മേലെ പോയി ഒന്ന് അമ്പലത്തിന് കറങ്ങിയിട്ട് താഴേക്ക് തന്നെ വന്നു. ഞാൻ മുമ്പ് ഇവിടെ പോയവരെല്ലാം വീഡിയോയും ഫോട്ടോയെല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നിങ്ങനെ ഞാൻ കാര്യമായൊന്ന് വീഡിയോ എടുക്കാതിരിക്കുമ്പോൾ എനിക്കൊരു മുടക്കം വന്നത്. അതെന്തോ ആവട്ടെ, ചെറുതായി ഞാനൊന്ന് ഡൗൺ ആയി. പക്ഷേ ഞാൻ നേരെ പോയത് എൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ്. ഞാനങ്ങനെ പോകുമ്പം സ്ഥിരം ചായ സ്പോട്ട് നോക്കുമ്പോൾ എൻ്റെ അച്ചാച്ചൻ. അങ്ങനെ അച്ചാച്ചൻ എനിക്കൊരു ചായ എല്ലാം വാങ്ങി തന്നെ ഞാൻ അച്ചാച്ചനും പോയി നേരെ വീട്ടിൽ പോയി. ഗൈസ്, ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വരുമ്പോൾ അവിടെ നിന്ന് എന്നോട് അടുത്ത മറ്റേ പൂജയിൽ ആൾ വന്ന് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വീഡിയോ ഓഫാക്കി എൻ്റെ നേരെ അമ്മയുടെ വീട് ലക്ഷ്യമാക്കി കുതിച്ചു. എന്നിട്ട് ഞാൻ അച്ചാച്ചൻ എൻ്റെ ആൽബം കാണിച്ചു. എൻ്റെ ആൽബം വെച്ചാൽ ഞാനെടുത്ത ഫോട്ടോസ് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ ആൽബാക്കി പ്രിൻ്റ് എടുത്ത ആൽബം. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ ഞാൻ അച്ചാച്ചനുണ്ടായി. എന്നിട്ട് അവിടുന്ന് ഇറങ്ങി. അങ്ങോട്ട് പോയ വഴിക്കല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ഹൈവേയിലാണ് പോയതെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ വേറെ വഴിക്കാണ് വന്നത്. അതിനുള്ള പ്രധാന കാരണം കുറച്ച് സമയം പുഴയെല്ലാം നോക്കി വയലെല്ലാം കണ്ട് പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് നിൽക്കാതിൻ്റെ തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുണ്ടാവും, എൻ്റെ കിളി പോയി എനിക്ക് തന്തവായി പഠിച്ചു എന്നല്ല. പക്ഷേ ഇല്ലത് പറയാൻ എനിക്കൊരു മടിയില്ല. ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെറുതെ കുറച്ച് സമയം പുഴ നോക്കിയിരിക്കും, വയൽ നോക്കിയിരിക്കും, ആകാശം നോക്കിയിരിക്കും. എല്ലാവരും 20കളിൽ ഇങ്ങനെയാണെന്നോ അറിയില്ല, പക്ഷേ എൻ്റെ 20കളിൽ ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയിലും. ബൈ.